ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഈ കാണുന്ന മുരിങ്ങ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന 2 അരി നട്ടയിൽ ഒന്നാണിത്. ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. ഇതിപ്പോൾ നല്ല ഹൈറ്റിൽ പോവുകയാണ്. അപ്പോൾ ഇതിനെ മുറിച്ചിട്ട് ഞാൻ ഫംഗിസൈഡ് തൂക്കും. കാരണം ശിഖരങ്ങൾ പൊട്ടാൻ. ഇതല്ല ഇത് കാറ്റത്ത് മറിഞ്ഞു പോകും. ഓക്കെ, കണ്ടോ, നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ കൊണ്ട് മുറിക്കാൻ പോവാം. എന്നിട്ട് ഫംഗിസൈഡ് തൂക്കും. അല്ല, ഞാനത് മുറിച്ച് ഫംഗിസൈഡ് തൂത്തിട്ടുണ്ട്. ഇനി ശിഖരങ്ങൾ പൊട്ടിക്കിളിക്കും, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴും. ഇതാണ് ഫംഗിസൈഡ്. ഇത് നീല കളറായി. ഒരു സ്വല്പം വെള്ളത്തിൽ ഈ പൊടി ചേർത്തിട്ട് നമ്മൾ എന്തെങ്കിലും ബ്രഷ് വെച്ച് തൂത്താൽ മതി. ഓക്കെ, ഇതാണ് മുറിച്ചിട്ട ശിഖരം. അതിനി നമുക്ക് തോരൻ വയ്ക്കാം. ഇതെൻ്റെ വിയറ്റ്നാം മേർലി പ്ലാവാണ്. ചക്കയുണ്ടായി. ഏതാണ്ട് മുക്കാപ്പരുവായെന്ന് തോന്നുന്നു. അതിട്ട് കുഞ്ഞ് പ്ലാവേ ചക്ക ഉണ്ടാകുമ്പം അത് ചക്കയാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കാം അതെങ്ങനെയാണെന്നേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു വളയം കണ്ടോ അവിടെ. ഇത് ചക്കയാകുന്നതാണ് കേട്ടോ, ഇങ്ങനെ വരുന്നത്. എന്നാൽ ഈ ചക്ക കണ്ടോ, ഇതിനങ്ങനെ ആ വളയമില്ല. ഇത് പൊഴിഞ്ഞു പോവും. ഇത് ആൺചക്ക, ഇത് പൊഴിഞ്ഞു പോവും. ഉണ്ടോ, ഇങ്ങനെ ഉണ്ടാകുന്ന ചക്കയെല്ലാം പൊഴിഞ്ഞു പോകും, വാടി കരിഞ്ഞു പോയത്. ഇതൊന്നും ചക്കയാകത്തില്ല. ഇങ്ങനെ വളയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചക്കയായിട്ട് മാറത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമോ ഈ വിദ്യ? കേട്ടോ, എനിക്കത് കാണിക്കാൻ എത്തത്തില്ല. ഇതെല്ലാം പൊഴിഞ്ഞു പോകുന്ന ചക്കയാണ്. ആ വലിയ ചക്കകളെല്ലാം ചക്കയായിട്ട് കിട്ടും. ഒരു പുതിയ അറിവ് നിങ്ങൾക്കറിയാമോ? ഈ അറിവ് ഉണ്ടോ? ഇതും ചക്കയാകത്തില്ല. ഇതൊരു കുഞ്ഞ് പ്ലാവേലുണ്ടായത്. ഇതും ചക്കയാകത്തില്ല. ഇപ്പോൾ പ്ലാവ് നട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചക്കളുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ചക്കയാകുമെന്ന്. എന്നാൽ അങ്ങനെ ആകില്ല. എന്നിട്ട് ഇങ്ങനൊരു വളയം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചക്കയായിട്ട് മാറത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരുന്നോ? നമ്മുടെ മാവിലും എല്ലാം ഈ ഫംഗസ് ഉണ്ടാവും. വെള്ള കളറിലൊരു ഒട്ടി പിടിച്ച് അത് ഇതിൻ്റെ നീര് കുടിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഫംഗിസൈഡ് തടിയെ തൂത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ മാവിൻ്റെ ഇല കട്ട് ചെയ്ത് കളയും. അതിനും ഫംഗിസൈഡ് സ്പ്രേ ചെയ്യണം കേട്ടോ. അന്നേരം അതൊന്നും പോകത്തില്ല. ഇതിൻ്റെ ഒത്തിരി പ്രാവശ്യം കളഞ്ഞു. ഞങ്ങളങ്ങനെ സ്പ്രേ ചെയ്ത് നിർത്തിയിരിക്കും. ഇതിന് തളിരലയാണ് കളയുന്നത്. തളിരല ഭയങ്കര ആക്രമണമാണ് ഫംഗസ്. അപ്പോൾ അങ്ങനെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ.